ഒരിക്കൽ അർജുനും കൃഷ്ണനും കൂടെ നടക്കുമ്പോൾ ഇവർ ഈ നടന്നു പോകുന്ന വഴിയിൽ ഒരാൾ ഉണങ്ങിയ പുല്ലുകൾ തിന്നുന്ന കണ്ടു. അയാളുടെ അരയിലാണെങ്കിൽ കൂർത്ത ഒരു വാളും തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാളെ കണ്ട മാത്രയിൽ തന്നെ അയാളൊരു വിഷ്ണു ഭക്തനാണെന്ന് അർജുനന് മനസ്സിലായി. കാരണം വൈഷ്ണവർ ഒരു ജീവികളെയും കൊല്ലുകയില്ല, മാത്രമല്ല പച്ചപ്പുല്ലിനും ജീവനുണ്ടെന്നത് കൊണ്ടാണല്ലോ ഉണങ്ങിയ പുല്ല് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഭക്തിയിൽ ഇത്രയും ശ്രേഷ്ഠനായിട്ടുള്ള അയാൾ തൻ്റെ അരയിൽ കത്തി തൂക്കിയിട്ടിരിക്കുന്നത് എന്തിനാണെന്ന് അർജുനന് മനസ്സിലായില്ല. അതുകൊണ്ട് അർജുനൻ ഭഗവാനോട് കാരണം തിരക്കി. കൃഷ്ണനാകട്ടെ നീ തന്നെ ചോദിച്ച് മനസ്സിലാക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറി. അങ്ങനെ അർജുനൻ വൈഷ്ണവനോട് ചോദിക്കുകയാണ്, അങ്ങ് ജീവനുള്ളവയെ നശിപ്പിക്കാത്ത ആളായതുകൊണ്ടാണല്ലോ ഉണക്കപ്പുല്ല് ഭക്ഷിക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾ എന്തിനാണ് അരയിൽ വാള് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത്? അപ്പോൾ വൈഷ്ണവൻ പറയുകയാണ്, 4 ക്രൂരന്മാരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാള് അരയിൽ തൂക്കിയിട്ടിരിക്കുന്നത്. അവരെ നേരിൽ കാണുന്ന മുഹൂർത്തം പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞാൻ. അപ്പോൾ അർജുനൻ ചോദിക്കുകയാണ്, ആരൊക്കെയാണ് ആ 4 പേര്? ആദ്യത്തെ ആൾ പാപിയായ നാരദനാണ്. അത് കേട്ടപ്പോൾ അർജുനൊന്ന് ഞെട്ടി. നാരദനോ? എന്തു പറ്റി? അതോ നാരദൻ്റെ അഹങ്കാരം കണ്ടോ? അവൻ കാരണം എൻ്റെ ഭഗവാന് ഒരു നിമിഷം പോലും സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നില്ല. സദാസമയവും രാവും പകലും ഇല്ലാണ്ട് ഭഗവാന്റെ അസൗകര്യത്തെപ്പറ്റി ചിന്തിക്കാണ്ട് പാട്ടും സംഗീതവുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉറക്കം കെടുത്തുന്നു. അതുകൊണ്ട് ഭഗവാന് സ്വസ്ഥതയും കിട്ടുന്നില്ല. ആട്ടെ, രണ്ടാമത്തെ ആളാരാണ്? ഗർവ്വമൂത്ത ദ്രൗപദി തന്നെ, അല്ലാണ്ടാരാ? അവൾ ചെയ്ത അപരാധം എന്താണെന്നറിയോ? ഭഗവാൻ ഭക്ഷണം കഴിക്കാൻ പോണ സമയത്ത് അദ്ദേഹത്തെ വിളിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് ദുർവാസാവ് മഹർഷിയുടെ ശാപത്തിൽ നിന്നും പാണ്ഡവരെ രക്ഷിക്കാനായി. അങ്ങനെ ഭക്ഷണം കഴിക്കാണ്ടാണ് കാമ്യകവനത്തിലേക്ക് പോകേണ്ടി വന്നത്. അതുപോലെ തന്നെ അവൾ ഭക്ഷിച്ച് ബാക്കി വന്ന ആഹാരം ഭഗവാന് നൽകുകയും ചെയ്തു. മഹാഭാരത യുദ്ധത്തിനിടയിൽ ഒരു ദിവസം രാത്രിയിൽ പാഞ്ചാലിയുടെ കൂടെ ഭീഷ്മ പിതാമഹനെ കാണാൻ കൃഷ്ണൻ പോയപ്പോൾ അവളുടെ പാദുകങ്ങൾ ഭഗവാനെ കൊണ്ട് ചുമക്കുകയും ചെയ്തു. അത്രത്തോളം അവളുടെ അഹങ്കാരം വളർന്നിരിക്കുന്നു. ആട്ടെ, മൂന്നാമത്തെ ആളാരാണ്? ഹൃദയമില്ലാത്ത പ്രഹ്ലാദൻ തന്നെ. ഒട്ടും മടി കൂടാണ്ട് എൻ്റെ ഭഗവാനെ തിളയ്ക്കുന്ന എണ്ണയിൽ ഇറങ്ങേണ്ട സ്ഥിതി ഉണ്ടാക്കിയില്ലേ? വജ്രം പോലെ കാഠിന്യമുള്ള തൂണിനെ പിളർത്തി ഭഗവാന് പുറത്തു വരേണ്ട അവസ്ഥ ഉണ്ടാക്കിയില്ലേ? വൈഷ്ണവൻ രോഷാകുലനായിട്ട് പറയാണ്. ആട്ടെ സ്വാമി, ആരാണ് ആ 4ാമത്തെ ആള്? അർജുനൻ തന്നെയാണ് ഏറ്റവും മഹാഭാവി. അർജുനനോ? എന്തു പറ്റി? അർജുനൻ തന്നെ ചോദിക്കുകയാണ്. സ്വാമി പറയാണ്, ഏറ്റവും വലിയ കുറ്റവാളി അവനാണ്. അവൻ ചെയ്ത പാതകം എന്താണെന്നറിയോ? എൻ്റെ ഈശ്വരനായ ഭഗവാനെ അവൻ തേരാളിയാക്കി അദ്ദേഹത്തെ തരം താഴ്ത്തി മഹാഭാരത യുദ്ധം ചെയ്തില്ലേ? വൈഷ്ണവൻ്റെ മറുപടി കേട്ടപ്പോഴാണ് അർജുനന് ബോധോദയം ഉണ്ടായത്. ഭഗവാനോടുള്ള വൈഷ്ണവൻ്റെ നിസ്വാർത്ഥമായിട്ടുള്ള ഭക്തിയുടെ പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ ആഴം അർജുനന് മനസ്സിലായി. ആ വൈഷ്ണവ ഭക്തൻ്റെ ഭക്തിയുടെ ആഴം മനസ്സിലാക്കിയ അർജുനൻ ആ നിമിഷം തന്നെ ഭഗവത് ഭക്തിയിൽ തന്നേക്കാൾ ശ്രേഷ്ഠ ആരും ഇല്ല എന്നുള്ള അഹങ്കാരം വെടിഞ്ഞു.